എന്ത് കളവും പറയാൻ പ്രതിപക്ഷ നേതാവ് ഉൾപ്പെടെയുള്ളവർക്ക് മടിയില്ല എന്നാണല്ലോ അസംബ്ലിയിൽ നടന്ന ചർച്ചയിൽ നിന്ന് വ്യക്തമായത്. ഗവൺമെന്റിന് അനുകൂലമായി പൊതുവിതരണ സംവിധാനത്തിന്റെ ഭാഗമായിട്ടുള്ള സപ്ലൈകോയുടെ ശാഖ ഉദ്ഘാടനം ചെയ്യുന്ന സന്ദർഭത്തിൽ ചൂണ്ടിക്കാണിച്ച കാര്യം ഞാൻ അങ്ങനെ പറഞ്ഞിട്ടേയില്ല എന്ന് പ്രതിപക്ഷ നേതാവ് പറഞ്ഞപ്പോ മന്ത്രി തന്നെ പറഞ്ഞു, ദാ അങ്ങോട്ട് അയച്ചു തരാം. അവിടെ പ്രസംഗിച്ചത് അതേപോലെ തന്നെ അയച്ചു കൊടുത്തു. ലോകം മുഴുവൻ കണ്ടു. എന്ത് കളവും പറയാൻ യാതൊരു മടിയുമില്ലാതെ പ്രതിപക്ഷ നേതാവ് ഉൾപ്പെടെയുള്ളവർ ഇത്തരത്തിലുള്ള കളവ് പ്രചരിപ്പിക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമാണ്. അത്രയും CPIM-ന്റെ ഒരാഭ്യന്തര പ്രശ്നവും ഇതിലില്ല. വി ഡി സതീശൻ ഉൾപ്പെടെയുള്ള പ്രതിപക്ഷ നേതൃനിരയിലുള്ളവർ ആസൂത്രിതമായി ചെയ്തുകൊണ്ടിരിക്കുന്ന ഇത്തരം ചെയ്തികളെ തുറന്ന് എതിർക്കപ്പെടുന്നു എന്ന് വരുമ്പോഴാണ് ഇത്തരം തടിതപ്പുന്നതിന് വേണ്ടിയുള്ള നിലപാടുകൾ സ്വീകരിക്കുന്നത്. നിങ്ങൾ ഇതെല്ലാം പറഞ്ഞിട്ട് നിങ്ങൾക്ക് എന്താ മനസ്സിലായത് എന്ന് എന്താണോ അത് എഴുതിയാൽ മതി. ഞാൻ പറയാണ്ട് തന്നെ വ്യക്തമാകുന്നതാണല്ലോ അതെല്ലാം. വി ഡി സതീശനാണല്ലോ പറഞ്ഞത് ഞാൻ വലിയൊരു ബോംബ് കൊണ്ടുവരാൻ പോവാണെന്ന്. അപ്പൊ നാട്ടിൽ നിന്ന് മുഴുവൻ ആള് ചോദിക്കുന്നുണ്ട്, നിങ്ങളെല്ലാം ചോദിക്കുന്നുണ്ടല്ലോ. ഞാൻ പറഞ്ഞു തീർക്കട്ടെ. അതായത് ഒരു വലിയ ബോംബ് വരാൻ പോകുന്നു എന്ന് അദ്ദേഹം ഗൾഫിൽ നിന്നാണ് പറഞ്ഞത്. അല്ല, അപ്പോഴും ഞങ്ങൾ പ്രതികരിച്ചിട്ടുണ്ട്. അതിന്റെ അകത്ത് യാതൊരു കാര്യമില്ല. പക്ഷെ പത്രക്കാർ പരസ്പരം ചോദിച്ചുകൊണ്ടേയിരിക്കുന്നുണ്ട്, എവിടെയാ ഈ ബോംബ് ഇവിടെ എന്ന്. അപ്പൊ അവരെല്ലാം കരുതി വെച്ച ബോംബ് ഇമാതിരി ബോംബാണെന്നുള്ള ജീർണമായ സാഹചര്യത്തെ പറ്റിയാണ് ഞാൻ പറഞ്ഞത്. അത്രയേ ഉള്ളൂ. എന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ പറവൂർ കേന്ദ്രീകരിച്ചുകൊണ്ടാണ് ഈ അരങ്ങേറ്റം എന്ന് പറഞ്ഞാൽ പ്രതിപക്ഷ നേതാവിന്റെ അറിവില്ലാതെ കോൺഗ്രസ് സൈബർ വിഭാഗം ഇത്തരം ഒരു നിലപാട് സ്വീകരിക്കുമെന്ന് നിങ്ങൾ ആരെങ്കിലും കരുതുന്നുണ്ടോ? CPM പരാതി കൊടുക്കേണ്ട കാര്യമില്ല. അവരെന്നെ പരാതി കൊടുക്കട്ടെ. നിയമപരമായിട്ട് സൈബർ ഇടങ്ങളിൽ പോരാടാനുള്ള നല്ല ശേഷിയുള്ള ഒരാൾ തന്നെയാണ് ഷൈനി ടീച്ചർ. പോരാട്ടം നടത്തും.